പോസ്റ്റെറിറ്റി എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ, വരാൻ പോകുന്ന തലമുറ. കവിതയിലുടനീളം കവി പറയാൻ ഉദ്ദേശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആകുലതകളെക്കുറിച്ചാണ്. ആങ്സൈറ്റീസ് ആൻഡ് കൺസേൺസ് ഓഫ് ഫ്യൂച്ചർ. 1957, TV and radio were rapidly growing in popularity and people were concerned of fading away of books. ആ ഒരു സാഹചര്യത്തിലാണ് കവി ഇങ്ങനെയൊരു കവിത രചിക്കുന്നത്. ടെക്നോളജി, മീഡിയ എന്നിവ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതെ, മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാതെ ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയെയാണ് കവി ചൂണ്ടിക്കാട്ടുന്നത്. കവിത ഓപ്പൺ ചെയ്യുന്നത് when books have all saged up like the books in graveyards എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. പുസ്തകങ്ങൾ ശ്മശാന ഭൂമിയിലേക്ക് പോകുന്നു. ശ്മശാന ഭൂമി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗ്രേവ് യാർഡ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബുക്സ് ഹാവ് ലോസ്റ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ദേ ഹാവ് ബീൻ അബാൻഡൻഡ്. വായന നശിച്ചുകൊണ്ടിരിക്കുന്നു. And reading and even speaking have been replaced by other less difficult media. വായനയും പരസ്പരമുള്ള സംസാരവുമെല്ലാം ടെക്നോളജി വന്നതോടെ ഇല്ലാതായിരിക്കുന്നു. ടെക്നോളജിയുടെ വരവ്, മീഡിയാസിൻ്റെ വരവ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. We wonder if you will find in flowers and fruit the same color and taste. Poet wonders whether future generations would have similar sense of color and taste as that of print culture. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് 1957 TV-യും അതുപോലെ തന്നെ മറ്റ് മീഡിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ പറഞ്ഞുകൊണ്ട് രചിച്ച ഒരു കവിതയാണ് ഇതെന്ന്. He was able to think beyond the present. അപ്പോൾ അന്ന് അദ്ദേഹം ആ ആകുലതകൾ ഉൾക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കളർ, ടേസ്റ്റ്, അതൊക്കെ ഈ മീഡിയയിൽ നിന്ന്, ടെക്നോളജിയിൽ നിന്ന് ലഭിക്കുമോ, ലഭിക്കുന്നുണ്ടോ? They held for us for whom they were framed in words. Framed in words എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടെക്സ്ച്വൽ വേർഡ്സിനെയാണ്. ടെക്സ്ച്വൽ വേർഡ്സ് തന്നിരുന്ന സെൻസ്, വിഷ്വൽ സെൻസിബിലിറ്റീസ്, അതൊന്നും ഒരിക്കലും ന്യൂ മീഡിയയ്ക്ക് തരാൻ സാധിക്കില്ല. And will your grass be green, your sky blue, or will your birds be always wingless birds? Wingless birds എന്നതുകൊണ്ട് ലൂസിങ് ഹോപ്സ് ആൻഡ് ഡ്രീംസ് എന്ന് നമുക്ക് പറയാം. പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന, സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. ഓറൽസ് ചിറകില്ലാത്ത പക്ഷിക്ക് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെയായിരിക്കും പുസ്തകങ്ങളില്ലാത്ത മനുഷ്യജീവിതം. ഇറ്റ് കാൻ ബി ഇമാജിനേറ്റീവ്. കവിതയിലെ വരികൾ ഇതോടെ അവസാനിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആശയം ഒരിക്കലും അവസാനിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് കവിതയിൽ ചോദിക്കുന്നുണ്ട്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഐഡിയയെ ഉൾക്കൊള്ളിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതൊരു ആൻസർ സീക്കിംഗ് ആയിരിക്കില്ല, പക്ഷേ ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ കവിതയും ഒരു ഡിസ്കഷനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു കവിതയാണ്. ഒരുപാട് ചോദ്യങ്ങൾ കവി തന്നെ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വായനക്കാരായിട്ടുള്ള നമ്മളാണ് ചിന്തിച്ചെടുക്കേണ്ടത്.